മണിമാളിക ഇഷ്ടപ്പെടുന്ന എന്റെ സമുദായം ഖബറിനെ മറന്നുകളയുമെന്നാണ്. യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ. മണിമാളിക ഇഷ്ടപ്പെടുന്ന എന്റെ സമുദായം ഖബറിന്റെ ഏകാന്ത ജീവിതത്തെ പറ്റി മറന്നുപോകുമെന്ന അല്ലാഹുവിന്റെ റസൂൽ അവസാന നാളിന്റെ അടയാളമായി പറഞ്ഞത്. കേൾക്കണോ കൂട്ടരെ, ഹബീബായ പ്രവാചകരുടെ മുത്തുമോൾ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആദ്യത്തെ രാത്രി ഖബറിനെ കുറിച്ച് ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏകാന്തതയിൽ അലിയാർ തങ്ങളോട് ഇബാദത്തിന് വേണ്ടി ആദ്യത്തെ രാത്രി മാറ്റിവെക്കുന്നതിന് അനുമതി ചോദിച്ച പൊന്നുമോള, ആ ഹബീബായ പ്രവാചകരുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ വഫാത്തായപ്പോൾ അബൂദറുൽ ഗിഫാരി തങ്ങൾ പറയുകയാ, അബൂദറുൽ ഗിഫാരി തങ്ങളും അലിയാർ തങ്ങളും പ്രിയപ്പെട്ട മക്കളും ചുരുക്കം സഹാബത്തും ഖബർസ്ഥാനിലെത്തി. ഖബറിന്റെ ഏകാന്തതയിലേക്ക് ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കിടത്തുമ്പോൾ അവിടെ അബൂദറുൽ ഗിഫാരി ഒരു പ്രഭാഷണം നടത്തിയതായിട്ട് ചരിത്രകാരന്മാര് പറയുന്നു. ഏ ഖബറേ, നിന്റെ വയറ്റിലേക്ക് ഞാൻ ഞങ്ങളെ കിടത്താൻ വേണ്ടി പോകുന്നത് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹയാണ്. അലിയാർ തങ്ങളുടെ ഭാര്യയാണ്. ഹസന്റെയും ഹുസന്റെയും പ്രിയപ്പെട്ട മാതാവാണ്. പ്രവാചക പുവരർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള. നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ മുഅ്മിനീങ്ങളുടെ മൊത്തവും മാതാവായിട്ട് നേതാവായിട്ട് വരുന്ന പ്രിയപ്പെട്ട ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസയാ. അതുകൊണ്ട് ഖബറേ നീ സൂക്ഷിക്കണേ എന്ന് പറയുകയാ. അബൂദറുൽ ഗിഫാരി തങ്ങൾ പറയുന്നു, അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു അശരീരി കേൾക്കുകയാ. അലിയാർ തങ്ങളുള്ളപ്പോഴേ, ഹസനും ഹുസൈനും ഉള്ളപ്പോഴേ, സ്വഹാബത്ത് മൊത്തവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അബൂദറുൽ ഗിഫാരി തങ്ങൾക്ക് ഒരു അശരീരി കേൾക്കുകയാ. അബൂദറുൽ ഗിഫാരി ഖബറിന്റെ ഏകാന്തതയിൽ കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തല്ലേ, കുടുംബ മഹിമയ്ക്ക് ഒരു കാരണവശാലും ഈ ഖബറിന്റെ ഏകാന്തതയിൽ സംരക്ഷണമില്ല. കുടുംബ മഹിമയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേകതകളില്ല. മറിച്ച് ആരാണോ നന്മ ചെയ്യുന്നത്, ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുന്നതാരാണോ, അവർക്ക് മാത്രമേ ഇവിടെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ എന്ന പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, സുഖലോക സ്വർഗ്ഗത്തിലെ മുഅ്മിനീങ്ങളുടെ മൊത്തവും നേതാവായ പ്രിയപ്പെട്ട ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ അതേ വഫാത്താകുന്ന ഘട്ടത്തിൽ സന്തൂക്കില്ലാത്ത സമയത്ത്, മയ്യത്ത് കെട്ടിലില്ലാത്ത സമയത്ത് എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ രാത്രിയിൽ കൊണ്ടുപോകണേ, രാത്രിയിൽ ഖബറടക്കണേ. എന്റെ ശരീരത്തിന്റെ നിറമാരും കണ്ടിട്ടില്ല, കോലമാരും കണ്ടിട്ടില്ല. എന്നാൽ അന്യപുരുഷന്മാര് ആരെങ്കിലും എന്റെ മയ്യത്ത് തുണിയിൽ കെട്ടിപ്പുതഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്റെ ശരീരത്തിന്റെ ആകൃതി ആരെങ്കിലും കണ്ടുപോയാലോ, പ്രിയപ്പെട്ട ഭർത്താവേ, എന്നെ രാത്രിയിൽ കൊണ്ടുപോകണേ. ഈജിപ്തിൽ നിന്നുമുള്ള സന്തൂക്ക് കൊണ്ടുവന്ന് അതിൽ എന്നെ കൊണ്ടുപോകണേ, ജനാസ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മരണാനന്തര ജീവിതത്തിൽ പോലും അന്യപുരുഷന്മാരിൽ നിന്ന് മാറി നിൽക്കാൻ, അന്യപുരുഷന്മാരിൽ നിന്ന് ജനാസ പോലും മാറി നിൽക്കാൻ ആഗ്രഹിച്ച ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ ഏകാന്തതയിലേക്ക്, ഖബറിന്റെ ഏകാന്തതയിലേക്ക് ചെല്ലുമ്പോൾ ഖബർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനേ, മജ്ലിസുൽ ഇൽമിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് അല്ലാഹു രക്ഷപ്പെടാനുള്ള മാർഗം, അല്ലാഹുവേ ഈ ശ്രോതാക്കൾ ഉൾപ്പെടെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഖബറിന്റെ ഏകാന്തതയിൽ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സൂറത്തുൽ മുൽക്ക് ഞങ്ങൾക്ക് തുണയാക്കണേ അല്ലാ. തബാറക സൂറത്ത് ഓതാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നിത്യവും അതിന് സമയം കണ്ടെത്തണേ. ഇത് പറയുന്ന ആള് ഓതുന്നില്ല എങ്കിൽ പറഞ്ഞു തരാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദായിമാക്കിയ ഒരു സൂറത്താ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തുൽ മുൽക്ക് ദായിമാക്കണേ, സൂറത്തുൽ മുൽക്ക് ദായിമാക്കണേ. ഖബറിന്റെ ഏകാന്തതയിൽ രക്ഷപ്പെടാനുള്ള മാർഗമാ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ.